ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഉറക്കൊക്കെ എഴുന്നേറ്റ് വന്നു, ചായക്ക് വെള്ളം വെക്കാൻ പോവാണ്. അപ്പോൾ പാത്രം നേരത്തെ കഴുകി വെച്ചാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് വാഷ് ഔട്ട് ചെയ്ത് വെക്കുകയാണെന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ കുടത്തിലാണ് വെള്ളം, അതൊക്കെ എടുത്തു, ഗ്യാസ് കത്തിച്ചു, ചായപാത്രം വെച്ചു. ഉണ്ണി എഴുന്നേറ്റു, പക്ഷേ എന്തോ വാശിക്കരച്ചിലെന്തോ ആണ് ആൾ. അപ്പോൾ ഉണ്ണിക്കുള്ള വേഗം പാലും രാവിലെ തിളപ്പിച്ച് വെച്ചാണ്, അതൊന്ന് ജസ്റ്റ് ചൂടാക്കാൻ വെച്ചു. അച്ഛമ്മയും മോളും അവിടെ ഇരുന്ന് നല്ല വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ എന്തോ പറഞ്ഞ് ഇണക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഉണ്ണിതാ അവിടെ കിടന്ന് ഉരുണ്ട് പെനഞ്ഞ് കരയാണ്. അപ്പോൾ ചായയൊക്കെ ആയി. അച്ഛനും അമ്മയ്ക്കും ചായ എടുക്കാൻ ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചു കേട്ടോ. ഈ ഓരോ കപ്പിലും രണ്ടുപേർക്കും ചായ വേണം. അച്ഛന് മധുരം വേണ്ട, അമ്മയ്ക്ക് മധുരം വേണം. അച്ഛന് ഷുഗറിൻ്റെ ചെറിയ പ്രശ്നമുള്ള കാരണം അച്ഛൻ അങ്ങനെ പൊതുവേ മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിക്കില്ല. ചായ കുടിക്കുകയാണെങ്കിലും മധുരം ഒഴിവാക്കിയിട്ടാണ് കുടിക്കാറ്. ഞാൻ അവർക്ക് വേണ്ട ചായയൊക്കെ എടുക്കണം കേട്ടോ. ചായക്ക് കടുപ്പം ഇളം കടുപ്പാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ്. പിന്നെ നമുക്ക് ചായക്ക് കടി ചക്കയും പോട്ടെ, കായ വറുത്തതാണ്. സ്വത്ത് കരഞ്ഞ് പൊളിച്ച് എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തിനോ വാശി പിടിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പുള്ളിക്കാരി ഒന്നിനും വഴങ്ങണില്ല. ഭയങ്കര വാശി പിടുത്താട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു മിനിഞ്ഞാന്ന്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വത്തിന് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി അത് കൊടുത്തപ്പോൾ ഒന്ന് ഒതുങ്ങിയിരുന്നു. അപ്പോൾ എല്ലാവരും ചായക്ക് കടിയൊക്കെ മാറ്റിയിട്ട് പിന്നെ ചക്കയായിട്ടാണ് കഴിക്കൽ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. 2 ദിവസത്തേക്കുള്ള ചപ്പാത്തി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. അതാകുമ്പോൾ ആകെ 5 ചപ്പാത്തിയാണ് ഒരു ദിവസം നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 10-12 ഉണ്ടാക്കി വെക്കും. പിന്നെ പിറ്റേ ദിവസം ഞാനത് ചൂടാക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എന്നും ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലോ. ഈ 5 എണ്ണമായിട്ട് കറക്റ്റായിട്ട് എനിക്ക് പൊടി എടുക്കാൻ പറ്റില്ല, കൂടിപ്പോവും. അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ എടുത്തിട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കാസ്ട്രോളിൽ ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കേടൊന്നും വരില്ലല്ലോ. പിറ്റേന്ന് എടുത്ത് ചൂടാക്കുകയോ ചെയ്യുക കേട്ടോ. ഇന്നെന്തോ ഭയങ്കര മൂഡ് ഓഫ്, 2 ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫ്. ശരീരത്തിനൊന്നും വലിയ ഒരു സുഖമില്ല, നമുക്കൊരു എനർജി ഫീൽ ചെയ്യണില്ല കേട്ടോ. എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഈ തലമുണ്ടാക്കി ഇരിക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. +2 പഠിച്ചത്, ഒരുപാട് നാൾക്ക് ശേഷമാണ് ആൾ വിളിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവളെൻ്റെ വ്ളോഗൊക്കെ കാണാറുണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിനേക്കാളും സന്തോഷമായിട്ടോ. അവൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി നീ വിളിച്ചത്. ഞാൻ സമയം കിട്ടുമ്പോഴേക്ക് ഞാൻ വിളിക്കാം. ഞാൻ പിന്നെ പൊതുവേ അങ്ങനെ ആരെയും വിളിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ. ഒത്തിരി ഫ്രണ്ട്സിനൊന്നും എനിക്കില്ല, ആകെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല എന്ന് ഒരുപാട് ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മളെ ഒത്തിരി വിശ്വസിച്ചും സ്നേഹിച്ചും കൂടെ നിർത്തണവരൊക്കെ നമ്മളെ പറ്റിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ കാര്യത്തിലാണെങ്കിലും ഏട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു പരിമിതി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കുടുംബജീവിതം ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മറ്റൊന്നിലേക്കും ചിന്തിക്കാൻ സമയം കിട്ടാറില്ല. ഒന്നാമത്തെ കാര്യം, ഓരോ ദിവസവും എങ്ങനെ തള്ളി നീക്കണം, അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും നാളേക്ക് എന്താ മറ്റന്നാൾ എന്താ അങ്ങനെ ചിന്തയുള്ളൂ. അല്ലാതെ ഫ്രണ്ട്സായിട്ട് ജോലി അടിച്ച് നടക്കണമെന്നോ ഇപ്പോൾ എന്തോ ആ ചിന്തയൊന്നും എനിക്ക് വരണില്ല. നമ്മുടെ ഫാമിലി പ്രോബ്ലംസും ഫിനാൻഷ്യലിയൊക്കെ നമ്മളൊന്ന് സെറ്റായതിന് ശേഷമായിരിക്കും നമ്മുടെ ലൈഫ് ചിലപ്പോൾ ഒന്ന് അടിച്ച് പൊളിക്കുക. അതിപ്പോൾ എന്നാലേ എല്ലാം സെറ്റായിട്ട് ജീവിതം അടിച്ച് പൊളിക്കുക എന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. ജീവിതം ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് ഒഴുകി പോവും, നമ്മളതിൻ്റെ ഒപ്പം ഒന്ന് എൻജോയ് ചെയ്ത് പോവുക. ഇപ്പം ഞാൻ ഒത്തിരിയൊക്കെ മാറി കേട്ടോ. ഇപ്പം ഏട്ടൻ പോയേ പിന്നെ കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുക, ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കുക. പക്ഷെ ഇപ്പം ഞാനെല്ലാം അഡ്ജസ്റ്റബിളായിട്ട് വന്ന. ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, നിന്നെയും കൊണ്ട് പറ്റും, എന്നെയും കൊണ്ട് മാത്രമല്ല എല്ലാവർക്കും പറ്റും. നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് ഒറ്റയ്ക്കാണ്, തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ്. അതിൻ്റെ ഇടയിൽ എത്രയോ പേർ നമ്മളെ കണ്ടുമുട്ടുന്നു, നമ്മുടെ കൂടെ കൂടുന്നു, അവരുടേതായ ജീവിതത്തിലേക്ക് അവർ പോകുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുക. മറ്റുള്ളവരെന്തോ പറയണോ അത് അങ്ങോട്ട് വിട്ടേക്കുക എന്നൊക്കെ പറയും ഞാൻ. പക്ഷേ ഞാൻ തന്നെ പിന്നെയും എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിന് ഭയങ്കര, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീലാവുന്ന ഒരാളാണ്.
പിന്നെ പെട്ടെന്ന് ഞാൻ ആരോടും ചാടി കയറി അങ്ങനെ മിണ്ടുന്നില്ല. കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ കല്യാണത്തിന് ശേഷമാണെങ്കിലും മുന്നേ ആണെങ്കിലും എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല. ഉള്ള ഫ്രണ്ട്സിനെ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകണു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ 1 മുതൽ 4 വരെ വേറൊരു സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ 5 മുതൽ 7 വരെ വേറൊരു സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ 8, 10 വരെ വേറെ, പിന്നെ +1 +2 വേറെ, പിന്നെ ഡിഗ്രി വേറെ, പിന്നെ TTC വേറെ. അങ്ങനെയെല്ലാം നമ്മൾ വെവ്വേറെ സ്ഥലത്ത്. അത് തന്നെ എനിക്ക് ഒറ്റ സ്ഥലത്ത് നിന്നിട്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഒരു 5-6 പേരെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരിപ്പോൾ ആയിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ജീവിതമുണ്ട്. അവരുടേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാവരും തരണം ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് രമണ വേറെ ഒന്നല്ല, ലൈഫ് അങ്ങനെയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. അതെന്തായാലും ഓവർകം ചെയ്തല്ലേ പറ്റുള്ളൂ. വേറെ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയൊന്നുമല്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് മണ്ടേ കയറ്റി വയ്ക്കും. അത് പിന്നെ ഇറങ്ങിപ്പോകാൻ കുറച്ച് ദിവസം എടുക്കും. എന്തോ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ചപ്പാത്തി നമുക്ക് പരത്തി എടുക്കണ്ടേ. അപ്പോൾ ആ ചപ്പാത്തി പരത്താൻ ഞാൻ അങ്ങനെ ഒരു പേപ്പർ വയ്ക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് കല്ല് വയ്ക്കുക. കാരണം നമ്മുടെ പൊടി ചിതറി പോകുമ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഞാൻ കല്ലൊക്കെ തപ്പി എടുക്കുന്നുണ്ട് ഗെയ്സ്. ഞാനത് കഴുകാൻ പോവാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ എന്തായാലും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ പിറന്നാൾ 2-ാം തീയതി ആയിരുന്നു. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചതാണ്. പക്ഷെ അന്ന് പായസവും കേക്കും, പിന്നെ 2 ദിവസം പായസത്തിലും കേക്കിലും അങ്ങ് ഇരുന്നു. ഇവിടെ ആരും കഴിക്കില്ല. ഇവിടെ എല്ലാവർക്കും ഷുഗർ ഉള്ളതായത് കാരണം ഇവിടെ ആരും കഴിക്കില്ല. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ തിന്ന് തീർക്കേണ്ടി വന്നു കേസ്. അത് കാരണം എനിക്ക് പറ്റിയില്ല. ഇനി എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിപ്പുണ്ട്. നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ചേഞ്ച് വരണമെങ്കിൽ കൂടി നമ്മുടെ മൈൻഡ് ആദ്യം സെറ്റ് ആവണം. പോസിറ്റീവ് നമ്മുടെ തലയിൽ ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാനൊരു താല്പര്യം, ഒരു ഇഷ്ടം. ഇത് എനിക്ക് വേണ്ടിയാണ് ചെയ്യണത്, എൻ്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്, എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നണം. അങ്ങനെ തോന്നണ ഒരു കാര്യമാണ് നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല. സ്വത്തുവിൻ്റെ പിന്നാലെ നടക്കാം, വീട്ടിലെ പണി, അങ്ങനെ ആകെ കുറച്ച് നേരം റെസ്റ്റ് കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ ഒന്ന് കിടക്കാമെന്നൊരു മൈൻഡാണ് തോന്നില്ല. എനിക്കെന്നല്ല, ഇപ്പം മിക്ക ആൾക്കാർക്ക് അങ്ങനെ തന്നെ ആയിരിക്കില്ല തോന്നുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സമയം കണ്ടെത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ചെറിയ ഉണ്ണികളുള്ള അമ്മമാർക്ക്. കാരണം നമ്മളെക്കാളും പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക നമ്മുടെ കുട്ടികൾക്കാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കമ്മിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ കുറവാണ്. ഉണ്ണി ജനിച്ചേ പിന്നെ നല്ല കുറവായിരുന്നു. പിന്നെ അവൾക്കൊരു 5-6 മാസമൊക്കെ ആയ പിന്നെയാണ് മരുന്നോളും ഇതൊക്കെ കഴിച്ച് എൻ്റെ ഫുഡ് ഞാൻ കൂടുതൽ കഴിക്കാൻ തുടങ്ങി. അതായത് ചോറ് തന്നെയല്ല, പാല്, മുട്ട, പഴം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചാണ് ഞാൻ ഈ വെയിറ്റ് ഗെയിൻ ചെയ്തതും എൻ്റെ കുട്ടിക്ക് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നും വരുന്നില്ല. അപ്പോൾ ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്ക് അറിയില്ല നമ്മൾ എത്ര വേദനിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഇപ്പം ഞാൻ എൻ്റെ ഭക്ഷണം ഒരു 1.5 മാസം ഞാൻ നല്ല പിടിച്ച് കൺട്രോൾ ചെയ്ത് വന്നപ്പോൾ ആകെ കുറച്ച് പാലേ എനിക്ക് എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതും കൂടിയും കുറയാൻ തുടങ്ങി. അത് എനിക്ക് മനസ്സിലായി, കുട്ടിക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി മിൽക്ക് പ്രൊഡക്ഷൻ കുറവാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്വത്തൂട്ടി ഒരു 2 വയസ്സ് വരെ ഇങ്ങനെ പോട്ടെ, അതിന് ശേഷം മാത്രമാണ് വെയിറ്റ് ലോസിനെ കുറിച്ച് ഞാൻ ആലോചിക്കണുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ആണെങ്കിൽ ഉണ്ണിക്ക് പാല് കൊടുക്കുന്നുണ്ട്, പശുപാല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഫീഡ് ചെയ്യേണ്ട സമയം പറഞ്ഞത് ഉച്ചയ്ക്കും രാത്രിയും മാത്രമാണ് ഞാൻ ഫീഡ് ചെയ്യണുള്ളൂ, അവൾക്ക് ഉറങ്ങേണ്ട സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പതുക്കെ കൺട്രോൾ ചെയ്ത് വരാം, കുറച്ച് വരാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാധിക്കട്ടെ. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ വർത്താനം പറഞ്ഞിരുന്ന നമ്മുടെ ചപ്പാത്തി ഇവിടെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കലും ചുടലും ഒപ്പാണ്. പക്ഷേ എനിക്ക് എന്തോ ഒരു സുഖമില്ലാത്ത കാരണം മൾട്ടിപ്പിൾ പണികൾ, അതായത് മൾട്ടിപ്പിൾ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടും കൂടി ഒരു സമയത്ത് ചെയ്യാൻ പറ്റണില്ല. അത് കാരണം
എന്തോ മൈൻഡ് ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ വേഗം വേഗം ചെയ്യണ ആളാണ്. അപ്പോൾ അങ്ങനെ പതുക്കെയാണ് ചെയ്തത്. പിന്നെ ഇതാ നല്ല വെയിലുള്ള ദിവസമായിരുന്നു. ഞാൻ കിടക്കയിലെ വിരിയൊക്കെ രാവിലെ എടുത്ത് കഴുകി, എന്നിട്ട് കിടക്ക സുത്തും മൂത്രം ഒഴിച്ചിട്ടേ ആകെ ഒരു പൂപ്പലും ഒരു മണം വരാൻ തുടങ്ങിയിരുന്നു. അപ്പം ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ട് കിടക്ക വെയിൽ കൊള്ളിക്കുക. ഈ കിടക്ക എടുക്കണമെങ്കിൽ നല്ല ടഫാണ് മക്കളെ. അത് കാരണം ഞാനത് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞാൻ മടക്കി കൊണ്ടുവന്ന തുണികളുണ്ടായിരുന്നു താഴത്തുനിന്ന്, അതൊക്കെ ഞാൻ എടുത്ത് വെക്കാം കേട്ടോ. എനിക്ക് ടോപ്പുകൾ വേറെ, ഷോളുകൾ വേറെ, നമ്മുടെ അടിപ്പാവാട, നെയ്റ്റി, പാൻറ്റ്, അതൊക്കെ വെവ്വേറെ സെക്ഷനിലാണ് ഞാൻ വെക്കുക. എനിക്ക് ഇങ്ങനെ കുത്തി മലർത്തി വെക്കേണ്ടത് എനിക്കിഷ്ടമല്ല. അത് നമുക്ക് എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ടാട്ടോ വെക്കുക. അപ്പോൾ എൻ്റെ ആയാലും ഉണ്ണിയുടെ ആയാലും ഏട്ടൻ്റെ ആയാലും ഞങ്ങൾക്ക് 3 പേർക്ക് 3 കള്ളികളുണ്ട്. അപ്പോൾ ഒക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്താൽ വെക്കുക. പിന്നെ ഞാൻ കിടക്കയുടെ വിരി മാറ്റാൻ വിചാരിച്ചു. ഒരു 5:30 കഴിഞ്ഞാൽ അത് മാറ്റുമ്പോൾ ഇനിയിപ്പോൾ 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വെയിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വിരിയൊക്കെ മാറ്റി ജനലൊക്കെ അടച്ച് കർട്ടൻ മൂടാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വിരി തപ്പണ തിരക്കിലാട്ടോ. കുറേ കിടക്ക വിരികളുണ്ട്. പക്ഷേ എനിക്ക് ഓരോ സമയത്ത് ഓരോ എനിക്ക് ഇഷ്ടപ്പെട്ട കിടക്ക വിരി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കണ കിടക്ക വിരി എൻ്റെ മാമ എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്തതല്ല, നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ മാമൻ്റെ വക ഡ്രസ്സ് എടുത്ത് തന്നപ്പോൾ മാമൻ എനിക്ക് ഒരു ലെഹങ്ക എടുത്ത് തന്നിരുന്നു. അത് ഞാൻ ഒറ്റ പ്രാവശ്യം ഒരു ഫോട്ടോഷൂട്ടിന് മാത്രമേ ഇട്ടുള്ളൂ. കാരണം കൊറോണ സമയത്തായിരുന്നു കല്യാണം. അത് തന്നെ ഫംഗ്ഷന് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല മക്കളെ. ആ ഒരു ഒറ്റ ഫോട്ടോഷൂട്ടിന് മാത്രം ഒരു 10,000-ൻ്റെ ലെഹങ്ക എനിക്ക് വാങ്ങി തന്നിരുന്നു. അതിൻ്റെ ഒപ്പം വിരിയും വാങ്ങി തന്നിരുന്നു. അപ്പം ഞാൻ ആദ്യം വിരി വിരിക്കണേക്കാളും മുമ്പ് റൂം സ്പ്രേ ഒക്കെ ഒന്ന് ബെഡിൽ അടിക്കുക കേട്ടോ. കാരണം വിരി വിരിച്ച് കഴിഞ്ഞാൽ ഒരു മണം അടിക്കണ്ട വിചാരിച്ചിട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇതാക്കുക എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കല്യാണത്തിന് കുറേ ഡ്രസ്സ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് മക്കളെ. ഇതൊക്കെ ഇനി എന്നിടാനാ? ഇനി ആരുടെ കല്യാണത്തിന്? ഇനി ചേച്ചിയുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മുടെ അത്ര അറ്റാച്ച്ഡ് ആയ കല്യാണങ്ങൾക്കാണല്ലോ നമുക്ക് ഇത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ട് നമ്മളെ അറിയണവർ വിളിക്കുന്ന കല്യാണത്തിനൊന്നും നമുക്ക് കോമൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാൽ പോകാൻ പറ്റുള്ളൂ. ലെഹങ്കയൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അലമാരയിൽ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ വിചാരിക്കും ഇത് തടി കുറഞ്ഞിട്ടിടണം, ഇത് തടി കുറഞ്ഞിട്ടിടണം. പിന്നെ കുറേ ഡ്രസ്സ് ഞാൻ ചേച്ചിയുടെ കുട്ടികൾക്കും അമ്മയ്ക്കും കസിൻസിനൊക്കെ ഞാൻ കൊടുത്തു. കാരണം ഒക്കെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അവരെങ്കിലും ഉപയോഗിക്കട്ടെ. ഇത് സ്വത്തുട്ടിയുടെ വാവ കേട്ടോ. സ്വത്തുട്ടിക്ക് രാത്രി ഉറങ്ങണമെങ്കിൽ സ്വത്തുട്ടിയുടെ 2 വാവകൾ സ്വത്തുട്ടിക്ക് വേണം. ഞാൻ അവളെ ഉറക്കണ പോലെ അവളും ഉറക്കും കേട്ടോ. ഇത് സ്വത്തുട്ടിയുടെ സ്റ്റിച്ച് ചെയ്ത പാട് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്നൊരു ഓയിൽമെൻറ്റാണ്. ഇത് ഞാൻ ബെഡിൽ തന്നെ വെക്കും. കാരണം സ്വത്തുട്ടി ഉറങ്ങിയിട്ട് ചിലപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡാണെങ്കിൽ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോവും. അപ്പോൾ അഥവാ എനിക്ക് എണീക്കാൻ മടിയാണെങ്കിൽ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്തായാലും നീ തേച്ച് കൊടുക്കണം. എന്ത് കാര്യം പറഞ്ഞാലും ഉണ്ണിക്ക് ഇത് തേച്ച് കൊടുക്കാൻ മറക്കരുത്. കാരണം ഉണ്ണി വലുതായി വരുമ്പോൾ ആ പാട് കാണുമ്പോൾ അവൾക്കൊരു നെഗറ്റീവ് തോന്നണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും നീ അത് തേച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ അത് ബെഡിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ടാണ് ഞാൻ കിടക്കുള്ളൂ. എണീറ്റ് പോകാൻ ചിലപ്പോൾ എനിക്കൊരു മടി തോന്നും. അത് കാരണമാണ് ഞാൻ ബെഡിൽ തന്നെ വെക്കുന്നത്. ഈ സമയത്ത് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുകയാണെങ്കിലും താഴെ അച്ഛമ്മയും മോളും നല്ല ബഹളം കൂടുന്നുണ്ട് കേട്ടോ. എന്തിനോ വേണ്ടി കരയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. എന്തിനാ അവളെ വാശി പിടിക്കണേന്ന് അറിയാത്ത കാരണം. അപ്പം ഞാൻ കുറേ നേരമൊക്കെ ഇപ്പം കരച്ചിൽ മാറും എന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. ഈ കട്ടിലിന് ഭയങ്കര കന. ഇതൊന്ന് വലിച്ച് ബെഡ്ഷീറ്റ് വിരിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ ഇത് മതിയാക്കി ഞാൻ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇവളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനക്കേട്. ഇവളെന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയിങ്ങനെ? ഒന്നാമത് സ്വത്തുകൊണ്ട് നല്ല വാശിയാണ്, ഇച്ചിരി ലാളന കൂടെ ഉണ്ട് അവൾക്ക്. അപ്പോൾ എന്തിനാ ഇവള് നല്ല തല്ലുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അമ്മയുടെയൊക്കെ കണ്ണിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് മുറിയായാലോ വിചാരിച്ചിട്ട് ഞാൻ നിർത്തിയിട്ട് പോവുകയാണ് കേട്ടോ. പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, കർട്ടനൊക്കെ ഇട്ട് ജനലൊക്കെ അടച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയി. ഓരോ ദിവസവും ഓരോ പ്രതീക്ഷകളാണല്ലേ. എന്നെങ്കിലും നമുക്ക്
ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും, എനിക്ക് ഏട്ടനും ഉണ്ണിക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഭയങ്കര മൂത്രത്തിൻ്റെ മണമാണ്. സുത്തൂട്ട് രാത്രി ഞാൻ സ്നെഗ് ഇട്ട് കൊടുക്കും, രാവിലെ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ അവൾ വന്ന് കളിക്കുന്ന സമയത്തേ അവളറിയാതെ ചീച്ച് വെച്ച് പോകും. അങ്ങനെ ഞാൻ റൂമിലൊക്കെ സ്പ്രേ അടിക്കുന്നുണ്ട്. ഈ റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ബൈ.